0 पॉइंट सीधा जाइएगा। हाँ जल्दी आता है। ठीक है, कितने 2 किलोमीटर से जाइए या 1 किलोमीटर चाहिए, 3 किलोमीटर चाहिए, आपकी टाइमिंग में बात है। ठीक है, now 417? ओके सर ठीक ठीक है ठीक है सर। भाई ऐसे जंगल ही है पूरा। हाँ, ठीक है आपका फ़ोन नंबर? यहाँ नंबर ये गाड़ी में इधर ही मिलूंगा, यही मिलूंगा आपको। ओके ओके आपकी टाइमिंग है, कितना टाइम लगाते हैं? ओके 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 ओके। പക്ഷികളെങ്കിലും കണ്ടാൽ മതിയായിരുന്നില്ലേ? പക്ഷികളെങ്കിലും ചിലപ്പോൾ നമ്മൾ മടങ്ങി പോകുമ്പോഴേ കണ്ടൂർ വേണ്ട. സന്ധ്യ ആയതുകൊണ്ട് അല്ലേ? സന്ധ്യ ആയതുകൊണ്ടോ? സന്ധ്യ പോകും. ഇതിലിപ്പോൾ എന്തെങ്കിലും 1 മണിക്കൂറിൽ വന്നാൽ മതിയോ? 1/2 മണിക്കൂറോ? 1 കിലോമീറ്ററോ? 1 കിലോമീറ്റർ പോവാം, 2 കിലോമീറ്റർ പോവാം, എത്ര വേണമെങ്കിൽ പോവാം. പോയി വന്നാൽ ഞാൻ അവിടെ ഉണ്ടാവുന്നു. നമുക്ക് കുറച്ച് കയറ്റില്ലാത്തവർക്കൊന്ന് സ്പീഡ് പോവാം. മൂത്രയ്ക്കും വേണം. ആ വളവടെ കഴിയട്ടെ. അപ്പം ഇവിടെ നോക്കിയാൽ മുക്തേശ്വർ കാണും കേട്ടോ. പക്ഷെ നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ ഏതാ മുക്തേശ്വറിന്. പ്ലാസ്റ്റിക് പിന്നെ ഇയാൾ ഒരു അമ്പലത്തിൻ്റെ പേര് ആൾ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ സംഘ എന്തൊരു പേരുണ്ട്, നോക്കാം. നമ്മളെ മുക്തേശ്വറിൽ എത്ര ആളുള്ള അത്രയും കൂടി മൃഗങ്ങളില്ല അവിടെ. മുക്തേശ്വറിൽ കുറേ ഇതല്ല, കുറയ്ക്കന്മാരും വഴി തെറ്റരുതേ. ഈ റോഡല്ലേ ആൾക്കാർ പേരിലുണ്ട് കേട്ടോ. മൂത്ര വെച്ചാൽ നന്നായി. ഉജ്ജയിനി ടു നാസിക്കിൽ പോയപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഒരു മലേൻ്റെ മുകളിൽ കയറി, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞു. ഞാനും ദേവനും മറ്റാളും പുതുമനും ദാമു ഒരു നീലക്കാളേനെ കണ്ടു മുകളിൽ വെച്ചിട്ട്. അതേപോലെ ആ ആ കുറേ നടന്നു ഞങ്ങൾ. ഒരു പുൽക്കാടിലെത്തിയപ്പോൾ ഒരു പുൽമൈതാനം പോലെ സ്ഥലത്തെത്തിയപ്പോഴേ ഒരു നീലക്കാള അത് ഞങ്ങളെ കണ്ടിട്ടല്ല ഓടിയിട്ട് വന്നാ. ഞങ്ങളെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു. ഞങ്ങളും പേടിച്ചു പോയി. ഞങ്ങളെ കുത്താൻ വരെയൊക്കെ പേടിച്ചു. അത് അറിയാതെ ഓടി വന്നാ. തിരിഞ്ഞ അവിടെ ഓടി. അല്ല ഏതായാലും ബിൻസാർ വേലി കണ്ടല്ലോ. വൈൽഡ് ലൈഫ് സാങ്ച്വറി കണ്ടു. വെടി വെച്ച് പോകാൻ മടങ്ങി. ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും വിചാരിച്ചു പോവല്ലേ നമ്മൾ. 4 കിലോമീറ്റർ പോകണം. അത്രയൊക്കെ പോകണോ? 4 പോകണോ? അറിഞ്ഞുണ്ടാവില്ല ചിലപ്പോൾ.
അതെ ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് കണ്ടാൽ നമുക്ക് പോരാം. ഇതേമാതിരി നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടാൽ പോരാം, തിരിച്ചു പോരാം. ആ സമയമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത്ര മോശക്കാരൊന്നുമല്ലേ. ഇപ്പോൾ 1 കിലോമീറ്റർ ആയി ഉണ്ടാവും. ഇഷ്ടിച്ചു 4 കിലോമീറ്റർ പറഞ്ഞാൽ മഞ്ചേരിക്കുള്ള ദൂരമായി കരിക്കാട്ടുന്ന്. അപ്പോൾ അങ്ങനെ വെച്ചാൽ 3/4 മണിക്കൂർ 5 മണി വരെ നടക്കണം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയോ? അല്ല, അങ്ങോട്ട് മാത്രം. ആ അതാണേ. അപ്പം നമുക്ക് അവിടെ 6:30 എത്തണ്ടേ. നമുക്ക് കാര്യം ചെയ്യപ്പോൾ എത്ര സമയം നോക്കി നോക്കൂ. നമ്മൾ എത്ര മണിക്കാണ് ഇറങ്ങിയത്? 4:17, 4:20, 4:17 ഞാൻ ആൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ. 4:15 കൂട്ടുക. 4:15 മുതൽ ഇപ്പം 4:24 4:15 കൂട്ടുക. 10 മിനിറ്റായി. 10 മിനിറ്റ് കടന്നു നമ്മൾ. 4:15 4:25 അപ്പോൾ 24 4:20 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കൂടി നടന്നാൽ മതിയോ? 5 മിനിറ്റാണ് നടക്കാം. 4:35 4:40 വരെ നടക്കാം. അപ്പോൾ ആകെ എത്ര മിനിറ്റാണ്? 20 മിനിറ്റ് അല്ലേ. അപ്പോൾ തിരിച്ച് 5 മണിക്ക് വരാം. തിരിച്ച് 5-5:15 ആകുമ്പോഴേക്കും നോക്കാം. അതിൻ്റെ ഇടയിൽ കിലോമീറ്റർ ട്രക്കിങ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? അത് ചോദിച്ചില്ല. എനിക്ക് അതാ സംശയമുണ്ട്. ഏകദേശം മലയുടെ മുകളിൽ എത്താറായി തോന്നുന്നുണ്ട്. ചാണ്ട് കയറാം. എന്നാൽ ടോപ്പ് വരെയല്ലേ ഉണ്ടാവുള്ളൂ. ഏതായാലും എന്തെങ്കിലും വഴിയുണ്ട. അതാവൂലേ? ഇത് വേറെ വഴിയാവും. നോക്കണം. വേണ്ട. ഹിമാചലാണ്. ഉത്തരാഖണ്ഡിലാർ കുറേ കൂടി നീറ്റാ. അവര് നല്ലോണം സൗഹൃദമാണ്. ഇതാണ് കുറുക്ക് വഴി പറഞ്ഞത്. പോകുമ്പോൾ മതിയാ പോകാം. അപ്പ് ആൻഡ് ഡൗൺ 4 നമ്മളിപ്പോൾ വേഗത്തും പോയിന്റിൽ അധികം ഉണ്ടാവില്ല. കാഴ്ച മോശമായോ? ഇല്ലേ, ടോപ്പിലെത്തിട്ടോ. ടോപ്പെത്തി. ഇവിടെ ചായക്കട ഉണ്ടാവും. ഇല്ല, നമുക്ക് കാസർദേവി നാളെ അയാളോട് കാണിച്ചു തരാൻ പറയണം. അത്രേ ഉള്ളൂ. ഇതിലെ പോണോ?
എളുപ്പം കയറ്റാവും. എളുപ്പവഴിയാവുമെന്ന് അറിയില്ല. നേരം വൈകിച്ചാലേ കാസർദേവി നാളെ കാണിച്ചു തരാൻ പറയാം എന്നോട്. പൈസ കൊടുക്കാതെ. നമ്മളറിയില്ല എന്നേ ഉള്ളൂ തണുപ്പാകുമ്പോഴേ. വഴി പിന്നെയും പോകുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി സത്യത്തില്. വഴി എങ്ങോട്ടാ പോണാവല്ലേ? വഴി എങ്ങോട്ടാ? അല്ല ഈ വഴിയല്ല, മറ്റേ വഴി. അല്ല അതാ അതിലാണല്ലോ. അവിടെ നിന്ന് എങ്ങോട്ട് തിരിയുണ്ടോ? എന്താ തോന്നുന്നല്ലേ?